നിബി, കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി, അതായത് കേരളം പിറന്ന് 60 വർഷമായതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തുടങ്ങി വെച്ച ഒരു മിഷനുണ്ട്, ഒരു വലിയ മിഷൻ. അതിന്റെ പേര് പറയോ? നവകേരള മിഷൻ. നവകേരള മിഷനിൽ ആക്ച്വലി 4 പദ്ധതികൾ കൂടി ചേർന്നതായിരുന്നു. ഏതൊക്കെയാണ് ആ 4 പദ്ധതികൾ? ലൈഫ് മിഷൻ, സംശയം വേണ്ട. ഹരിത കേരള മിഷൻ, ആർദ്രം പൊതു ആരോഗ്യ മേഖലയിലെ ആർദ്രം, പിന്നെ വിദ്യാഭ്യാസത്തിനൊരു പദ്ധതി കൂടെ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ. അതിന് മാത്രം ചെറിയ പേരുകളൊന്നും ഇട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഹരിത കേരളമുണ്ട്, ആർദ്രമുണ്ട്, ലൈഫ് മിഷൻ ഉണ്ട്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അങ്ങനെയായിരുന്നു കേട്ടോ. ഈ ഹരിത കേരള മിഷന് തന്നെ വ്യത്യസ്തമായ 1-2 പദ്ധതികളുണ്ട് ഹരിത കേരള മിഷന്റെ കീഴിൽ. അതെന്തൊക്കെയാന്ന് പറയോ? പ്രധാനപ്പെട്ടത് പുഴകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ ശരിയായ ഉത്തരവാണ്, നമ്മളത് പഠിച്ചു വെക്കണം. ഇനി ഞാൻ ഒഴുകട്ടെ. നീരുറവയുണ്ട്. അപ്പം ഇനി ഞാൻ ഒഴുകട്ടെ പുഴകളുടെ, അതുപോലെ തന്നെ ചെറിയ തണ്ണീർത്തടങ്ങൾ, നീരുറവുകളൊക്കെ സംരക്ഷിക്കാൻ നീരുറവ തന്നെയുണ്ട്. പിന്നെ അവർ എല്ലായിടത്തും പച്ചപ്പാണല്ലോ പ്രധാനം, ആ പച്ചപ്പിനെ സൃഷ്ടിക്കാൻ, നമ്മുടെ സസ്യസമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഹരിത കേരള മിഷന്റെ പദ്ധതി രസമുള്ള പേരാണ്, പച്ചത്തുരുത്ത്. എന്താ? പച്ചത്തുരുത്ത്. ഓക്കെ. ലൈഫ് മിഷന്റെ കേസ് അറിയാം, പ്രധാനമായിട്ടും വീടുകളുടെ നിർമ്മാണമാണ്. ഇതിനു മുമ്പും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഭവന നിർമ്മാണ പദ്ധതികൾ കേരളത്തിൻ്റെതായിട്ടുണ്ട്. ലക്ഷം വീട് പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? ആദ്യകാലത്തെ ഒരു പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. ആരാണ് തുടങ്ങിയതെന്നറിയോ? എം എൻ ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി തുടങ്ങിയത്. പിന്നീട് ഉണ്ടായിരുന്ന, അതായത് ലൈഫ് മിഷന് മുമ്പുണ്ടായിരുന്ന ഭവന പദ്ധതിക്ക് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ പേരായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അപ്പൊ EMS ഭവന പദ്ധതിയായിരുന്നു. ശരിയായ ഉത്തരവാണ്. ഇപ്പൊ ലൈഫ് മിഷൻ വന്നു. ലൈഫ് മിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ലൈഫ് മിഷനിൽ സംസ്ഥാന ഗവൺമെന്റ് വീട് വെക്കാനുള്ള ധനസഹായം നൽകുന്നു. എത്ര രൂപയാണ് സഹായം നൽകുന്നത്? ഒരാൾക്ക് വീട് വെക്കാൻ എത്ര രൂപ? 2 ലക്ഷം. 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് നൽകുന്നത്. എല്ലാവർക്കും അല്ല 4 ലക്ഷം. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും SC വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് 4 ലക്ഷം. നമ്മൾ ST വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ വീണ്ടും വർധനമുണ്ട്, 6 ലക്ഷം രൂപ. ഓക്കെ. ഇനി 2 ലക്ഷത്തിനൊരു കണക്കുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാൾക്ക് ഭൂമി ഇല്ലെങ്കിൽ ഭൂമിയും വീടിനും വേണ്ടി നൽകുന്നത്, ഭൂമിക്ക് വേണ്ടി 2 ലക്ഷം, വീടിന് വേണ്ടി 4 ലക്ഷം, അങ്ങനെ 6 ലക്ഷം. എല്ലാം കൂടെ മുഴുവൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റില്ല, ഒരു സഹായം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം. ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് നമുക്കൊരാൾക്ക് ഭൂമിയില്ല, വീട് വെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 4 ലക്ഷം രൂപ സഹായം നൽകും. അപ്പോൾ ഭൂമി ഇല്ലെങ്കിൽ ഭൂമി കൂടുതലായുള്ള ആളുകൾക്ക്, ഈ ഭൂമി ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് ഭൂമി നൽകാൻ പറ്റും. അതിനുവേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ എല്ലായിടത്തും അങ്ങനെ ഇഷ്ടംപോലെ ഭൂമി കിട്ടിയിട്ടുമുണ്ട്. മനസ്സോടെ ഇത്തിരി മണ്ണ്, ആളുകൾക്ക് മനസ്സോടുകൂടി ആളുകൾക്ക് സ്ഥലം നൽകുന്നതാണ് മനസ്സോടിത്തിരി മണ്ണെന്നാണ് ആ ക്യാമ്പയിന്റെ പേര്. ഓക്കെ. അടുത്ത ചോദ്യം. ആയുർദളം സംസ്ഥാന ഗവൺമെന്റ് ഏതോ ഒരു അസുഖത്തിനെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ്. ആയുർദളം ലോകത്തെ പേടിപ്പിക്കുന്ന അസുഖം. ഇടക്കാലത്ത് അത് അപ്രത്യക്ഷമാകുന്ന പോലെ, അപ്രത്യക്ഷമായിട്ടില്ല, കുറഞ്ഞിട്ട് വീണ്ടും അത് കേരളത്തിൽ ഉൾപ്പെടെ ആളുകൾ കണ്ടുവരുന്നുണ്ട്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ആയുർദളം. ഓക്കെ. ഇനി BPL കുടുംബങ്ങൾ, അവിടങ്ങളിലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, ആ BPL കുടുംബങ്ങളിലേക്ക് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരു പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. ആശ്വാസകിരണം. ശരിയായ ഉത്തരവാണ്, ആശ്വാസകിരണം. ഒരുപാട് പദ്ധതികളുടെ പേരുകളുണ്ട്, കുറേയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. 18 വയസ്സിൽ താഴെയുള്ളവർ, അത് APL ആകട്ടെ BPL ആകട്ടെ, അവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട് ആരോഗ്യവകുപ്പിന്റെ. അത് ആരോഗ്യകിരണം. ആശ്വാസകിരണവും ആരോഗ്യകിരണവും ഉണ്ട്. ആശ്വാസകിരണം കിടപ്പ് രോഗികളുടെ, അവരെ പരിചരിക്കാനിരിക്കുന്നവർക്കുള്ള സഹായമാണെങ്കിൽ ഇത് ആരോഗ്യകിരണം. ആശാവർക്കർമാർക്ക് നമ്മുടെ സംസ്ഥാനത്തൊരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. എന്താണ് അതിന്റെ പേര്? ആശ്വാസകിരണവും ആരോഗ്യകിരണവും കഴിഞ്ഞു. ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ആശാകിരണം. ശരിയായ ഉത്തരവാണ്, ആശാകിരണം. കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്താൻ, അതിന്റെ വ്യാപനം തടയാൻ
സമൂഹത്തിൽ നിന്ന് കുഷ്ഠരോഗം ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന പദ്ധതി അശ്വമേധം. ഈ കഴിഞ്ഞ ദിവസം അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിലോ കണ്ടു. ഏതാ അശ്വമേധം 7 അല്ലേ? 2.0 അല്ലെന്ന് തോന്നുന്നു. അശ്വമേധം 7 ആണ്. 7.0 കേട്ടോ. അതാ അശ്വമേധം, കുഷ്ഠരോഗം. എന്നാൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു പദ്ധതിയുണ്ട്, അക്ഷയ കേരളം. സമാധാനത്തിൽ പഠിച്ചാൽ മതി. അക്ഷയ കേരളം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മലയാളത്തിന്റെ പ്രശസ്തനായ ഒരു നടനാണ് മോഹൻലാൽ. ഓക്കെ. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്ന പദ്ധതിയാണ് ലീപ്പ്. കുട്ടികൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങളുടെ അതിനെതിരെയുള്ള ജങ്ക് ഫുഡ് അധികം ഉപയോഗിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ലീപ്പ്. എന്നാൽ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കണം. ഈ മത്സരങ്ങളുടെ കാലഘട്ടമാണ്. കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ, എന്തെങ്കിലും പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടാൽ ഉടനെ ചാടിപ്പോയി ആത്മഹത്യ ചെയ്ത പ്രവണത അത് ഒഴിവാക്കാനൊക്കെ വേണ്ടി കുട്ടികളുടെ മനസ്സിലൊരു പുഞ്ചിരി ഉണ്ടാക്കാൻ, മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് ചിരി എന്നാണ് പദ്ധതി. ഓർത്തു വെക്കണം. ഓക്കെ. ഇനി ചിരി ഇംഗ്ലീഷിലാക്കിയാൽ പുഞ്ചിരിയുടെ ഇംഗ്ലീഷ് എന്താ? സ്മൈൽ എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ പദ്ധതിയാണ്. പോലീസുകാർ ചിരിക്കില്ല എന്നാണ് പൊതുവെ വെപ്പ്. പക്ഷേ എവിടെയെങ്കിലും ആൾക്കാർ അപകടത്തിൽപ്പെട്ടാൽ അതിനെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ അല്ല, പോലീസിന്റെ പദ്ധതിക്കാണ് സ്മൈൽ. ഇനി ഗതാഗത വകുപ്പിന് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. റോഡുകൾ നന്നാക്കുന്നു, നിയമങ്ങൾ കർക്കശമാക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത്, എല്ലാം കൂടെ ചേർത്ത് അപകടങ്ങളില്ലാത്ത യാത്ര എന്തായിരിക്കും? സുഖയാത്രയായിരിക്കും, ശുഭയാത്രയായിരിക്കും. അപ്പോൾ ശുഭയാത്ര അത്രേ ഉള്ളൂ. ഞാനത് ആലങ്കാരികമായി നീ സുഖയാത്ര പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശുഭയാത്ര. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനും സുഖകരമായ യാത്രയ്ക്കും വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പദ്ധതി ശുഭയാത്ര. എന്നിട്ടും വല്ല റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ അവിടെ അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള പോലീസിന്റെ സംവിധാനമാണ് സ്മൈൽ. ഇനി ചിരി എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ, ആത്മഹത്യയിൽ നിന്ന് കുട്ടികളെ തടയുന്നതിന് വേണ്ടിയൊക്കെയുള്ള പദ്ധതി. ശ്രുതി തരംഗം പദ്ധതിയുടെ പേര് കേട്ടാൽ അറിയാം എന്തിനുള്ളതായിരിക്കും. ചെവിയിൽ കൃത്യമായി കോക്ലിയ ഇംപ്ലാന്റ്, കോക്ലിയ മാറ്റിവെക്കുകയാണ് ശസ്ത്രക്രിയ. ചെവിയിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വേണ്ട. അപ്പം ബധിരരായ കുട്ടികൾക്ക്, ചെവിയുടെ പ്രശ്നമുള്ളവർക്ക് കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയും അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് ഗവൺമെന്റിന്റെ ശ്രുതി തരംഗം. ചെവിയാണ്. കിരണം വല്ലോ കാഴ്ചയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആശ്വാസകിരണം, അക്ഷയകിരണം പോലെയൊക്കെ ആയിരിക്കും. ശ്രുതി ശബ്ദമായതുകൊണ്ട് തരംഗമാണ് കേട്ടോ. ശ്രുതി തരംഗം. നിബി, ശ്രുതി തരംഗത്തിലൂടെ ഒരു കുട്ടിക്ക് സഹായമൊക്കെ കിട്ടി കോക്ലിയൊക്കെ മാറ്റിവെച്ചെന്ന് കരുതുക. അവർക്ക് തുടർ ചികിത്സ വേണ്ടേ? ഇനി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇത് കോക്ലിയെ മാറ്റിവെച്ചവർക്കും തുടർ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരും ഈ ശ്രുതി തരംഗം പോലെ ശബ്ദവുമായിട്ട് ബന്ധമുണ്ട്. ധ്വനി. ഇപ്പൊ 2 പദ്ധതി ഓർത്ത് വെക്കുമല്ലോ. ശ്രുതി തരംഗം കോക്ലിയെ മാറ്റി വെക്കാനുള്ള പദ്ധതി, ധ്വനി തുടർ ചികിത്സ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം. സർക്കാർ ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. മെഡിസെപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് അല്ലെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് തുടങ്ങിയത് എന്താന്ന് പറയാം? ഈ അടുത്ത നാളല്ലേ 2022 ജൂലൈ 1 തുടങ്ങിയത്. ഡേറ്റ് ഓർത്ത് വെക്കണം. 2022 ജൂലൈ 1. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ പേരാണ് മിഠായി. നന്നായി പഠിക്കുന്നവർക്ക് മിഠായി കൊടുക്കുന്നതാണോ? അല്ല. പിന്നെ അവരില് ഈ ഷുഗർ, കുട്ടികളിൽ പ്രമേഹം ബാധിക്കാതിരിക്കാൻ വേണ്ടി, അവരുടെ ഡയബറ്റീസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മിഠായി. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടു അതിഥി തൊഴിലാളികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് 5 പേര്, എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്ര റിപ്പോർട്ട് വായിച്ചപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ 5 ആളുകൾ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ ശത്രുക്കളല്ല, അവരെ ചങ്ങാതികളാക്കുന്ന ഒരു ചങ്ങാതി എന്നൊരു പദ്ധതിയുണ്ട്. കൂട്ടുകൂടാനായിട്ടുള്ളതല്ല, എന്തിനുള്ളതെന്ന് പറയും. അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള അല്ല അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ചങ്ങാതി. എന്തിനുള്ളതാ? അവർ അതിഥി തൊഴിലാളികളായിട്ടിരിക്കുന്നത്, ചങ്ങാതികളല്ലാത്തത് അവർ ഹിന്ദി പറയുന്നതുകൊണ്ടും ബംഗാളി പറയുന്നതുകൊണ്ടും ഒക്കെ അല്ലേ നമ്മളവരെ കൊണ്ട് മലയാളം പറയിക്കും. അവരെ മലയാളം പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ചങ്ങാതി. ഒറ്റ ചോദ്യം കൂടെ, ഇഷ്ടം പോലെ, അതായത് ഈ കേരള ക്വിസിന് വേണ്ടി, മുഖ്യമന്ത്രിയുടെ ക്വിസിന് വേണ്ടി പഠിക്കാനുള്ള വിഷയങ്ങൾ ഒരുപാടാണ്. ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല.
ഇതൊക്കെ ഒരു ഓഡിയൻസ് ഓർക്കേണ്ടത്, ഇതൊക്കെ ഒരു മോഡലായിട്ട് കരുതുക. ഇതിനോട് കണക്ട് ചെയ്ത് ഇത്തരം മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അവയവദാനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മറ്റുള്ള ആളുകളിലൂടെ കാലാകാലം ജീവിച്ചിരിക്കുക എന്നുള്ളത് വലിയൊരു സേവനമാണ്. വെറുതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ. അതിനുവേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി മൃതസഞ്ജീവനിയാണ്. എന്നാ തുടങ്ങിയെന്നറിയോ? 2012 ഓഗസ്റ്റ് 12 തുടക്കം കുറിച്ച പദ്ധതിയാണ് മൃതസഞ്ജീവനി. ലാസ്റ്റ് ചോദ്യം, സ്റ്റൈലായിട്ടാണല്ലോ നിർത്തണ്ടേ. മൃതസഞ്ജീവനിയുടെ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനിയുടെ അംബാസിഡർ സ്റ്റൈലായിട്ടല്ലേ നിർത്തണ്ടേ? യെസ്. ചങ്ക്, ഹൃദയം ഒക്കെ മൃതസഞ്ജീവനിയുടെ ഭാഗമാണ്. അപ്പൊ ചങ്കിനകത്ത് ലാലേട്ടൻ. അതെ, മോഹൻലാലാണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ. യെസ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. 12-ാം തീയതിയാണ് ഇതിന്റെ സ്കൂൾ ലെവൽ മത്സരം നടക്കുന്നത്. അപ്പം സമയമില്ല, നാളെയാണ് 12-ാം തീയതി. അപ്പോൾ പരമാവധി കേരളവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, ഞങ്ങളുടെ ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ബൈ, സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നീതി.